ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോയുടെ പാഷൻ പ്ലസ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസാണ്. പിന്നെ അതിൻ്റെ ഹോൺ ചെക്ക് ചെയ്യുക, ഇടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ മിസ്സിങ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ല. അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക, വേറെ മാറ്റമൊന്നും വേണ്ട, അതേപോലെ വാട്ടർ സർവീസൊന്നും വേണ്ട, ആ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നോക്കി നമ്മൾ ചെക്ക് ചെയ്ത് തരുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ അല്ല കിടക്കണേ, ANL എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. എന്നാൽ പുതിയ ലൈൻഡറാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റാക്കി ഇടാം. ഹബിനകത്തായാലും വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ചസ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് ടയറിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളാം, കാരണം ബാക്ക് ടയർ ഫുള്ള് തീർന്നുണ്ട്. ഈ സൈഡ് ഗ്രൂ നോക്കണ്ട, സെൻറ്ററിൽ ഗ്രിപ്പ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ ബാക്കിലത്തെ ടൈലൈറ്റ് ബൾബ് തെളിയുന്നില്ല. രണ്ട് കാരണമുണ്ട്. ഒന്ന് ബ്രേക്ക് സ്വിച്ചുകൾ കംപ്ലൈൻ്റ് ആണ്, ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് സ്വിച്ച് കംപ്ലൈൻറ്റാണ്. ആ സ്വിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് ബൾബ് റെഡിയാക്കി ഇടാനായിട്ട്. പിന്നെ അതേപോലെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്താൽ മതി. വലിയ പഴക്കമില്ലാത്ത ചെയിനാണ്, കാരണം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെയും നമ്മൾ ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. വലിയ പഴക്കമായിട്ടില്ല, നമുക്ക് ക്ലീൻ ചെയ്ത് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് ഉണ്ട്, ചെറിയൊരു ഷേക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില ഭാഗങ്ങളിൽ ഇച്ചിരി തേമാനം കൂടുതലായിട്ട് കണ്ടത്. ഇവിടെയൊക്കെ കുഴിഞ്ഞ് ഈ രീതിയിലാണ് വർക്ക് ചെയ്തിട്ടിരിക്കുക. അത് കുറച്ച് ടയറിൻ്റെ പ്രോബ്ലം കൊണ്ട് വരും. പിന്നെ ബെയറിങ് പോയി കിടന്ന് ഓടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസും കാണിക്കും. അപ്പോൾ വീൽ ബെയറിങ് നമുക്ക് മാറ്റിയിടാം. ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. വേറെ പറയത്തക്ക പ്രോബ്ലം ഇല്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇഗ്നീഷ്യൻ സ്വിച്ച് അസംബ്ലി, ഇവിടെ വരുന്ന താക്കോൽ സെറ്റിൻ്റെ ഇവിടുത്തെ കോൺടാക്റ്റ് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഒരു പക്ഷേ അതിൻ്റെ വരാം. ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ പ്രോബ്ലം കൊണ്ടും വരാം. കാരണം മഴയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കോൺടാക്റ്റ് ക്ലാവ് പിടിച്ചിട്ട് ലൂസ് കോൺടാക്റ്റ് കാണിച്ച്, അതായത് നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊന്നും വർക്ക് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ എർത്തിങ് ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ പ്രോബ്ലം കാണിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അതും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഹോൺ വർക്ക് ചെയ്യണം എന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹോൺ തന്നെ വണ്ടിയിൽ ഇരിക്കുന്ന ഹോൺ തന്നെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഹോൺ അത് തന്നെ ഉപയോഗിക്കാം. സ്പാർക്ക് പ്ലഗ് വലിയ പഴക്കമില്ല, ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലായാലും നമുക്ക് നല്ല വില കിടക്കണം കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വാട്ടർ സർവീസൊന്നും പറഞ്ഞിട്ടില്ല. അതിവിടെയൊക്കെ ചെറിയൊരു തുരുമ്പുണ്ട്, അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം ചേസിൻ്റെ ഭാഗത്തിട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കൊരു 4 മണിക്കുള്ളിലൊക്കെ വർക്ക് കംപ്ലീറ്റ് ആവും. കോൺടാക്റ്റ് ചെയ്തോളാം. ഓക്കെ.